നടി മഞ്ജു വാര്യരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെ കേരള പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമേരിക്കയിൽ നിന്ന് മടങ്ങിയെത്തും വഴി മുംബൈ വിമാനത്താവളത്തിൽ വെച്ചാണ് ഇമിഗ്രേഷൻ വിഭാഗം സംവിധായകനെ തടഞ്ഞുവെച്ചത്. എളമക്കരയിൽ നിന്നുള്ള പോലീസ് സംഘം നാളെ രാത്രി സംവിധായകനെ കൊച്ചിയിൽ എത്തിക്കും. സമൂഹമാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ അപകീർത്തികരമായ പോസ്റ്റുകൾ പങ്കുവച്ചെന്നും വ്യാജ ഓഡിയോ സന്ദേശം പ്രചരിപ്പിച്ചെന്നും ആരോപിച്ച നടി മഞ്ജു വാര്യർ നൽകിയ പരാതിയിലാണ് നടപടി. എളമക്കര പോലീസ് ജനുവരിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 2022 പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പിന്തുടർന്ന് ഉപദ്രവിക്കുകയാണെന്ന നടിയുടെ പരാതിയിൽ സനൽകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിൽ ജാമ്യത്തിൽ കഴിയുമ്പോഴാണ് കുറ്റം ആവർത്തിച്ചതായി വീണ്ടും പരാതി ഉയർന്നത്. അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ചിട്ടുള്ള ലുക്കൌട്ട് സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ മുംബൈ എയർപോർട്ടിൽ തടഞ്ഞു വെച്ചത്. നമ്മൾ കസ്റ്റഡിയിലെടുക്കും, എടുത്തിട്ട് ചോദ്യം ചെയ്തിട്ട് ശേഷം അത് എലമക്കര കേസിലുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്ത് അവിടെ തടഞ്ഞു വെച്ചത്. ബാക്കി നമ്മൾ നടപടി അതിനനുസരിച്ച് എടുക്കും. അതേസമയം തന്നെ കസ്റ്റഡിയിലെടുത്തത് നിയമവിരുദ്ധമെന്ന് സംവിധായകൻ ആരോപിക്കുന്നു. ഏത് പോലീസ് സ്റ്റേഷനിലാണ് എനിക്കെതിരെയുള്ള കേസെന്നോ എനിക്കെതിരെ ഒരു അറസ്റ്റ് വാറന്റും ഇല്ല, എനിക്ക് ഒരു നോട്ടീസും കിട്ടിയിട്ടുമില്ല. കൊച്ചി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നാണ് അവരെ അറിയിച്ചിട്ടുള്ളത്. അവിടുന്ന് ഒരു ടീം വരുന്നുണ്ട് എന്നെ കൊണ്ടുപോകാനെന്നാണ് പറയുന്നത്. 2023 മുതൽ അമേരിക്കയിലാണ് സനൽകുമാർ ശശിധരൻ. തിരുവനന്തപുരത്തേക്ക് മടങ്ങിവരും വഴിയാണ് മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെച്ചത്. രാത്രിയോടെ എളമക്കരയിൽ നിന്നുള്ള പോലീസ് സംഘം സംവിധായകനെ കസ്റ്റഡിയിൽ വാങ്ങി. ട്രെയിൻ മാർഗമാണ് കേരളത്തിലേക്ക് എത്തിക്കുന്നത്. 24 മുംബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.